എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. അമേരിക്കയിലുടനീളം പരാഗണം നടത്തുന്ന ജീവികളുടെ എണ്ണം കുറഞ്ഞുവരികയാണ്, പ്രത്യേകിച്ച് പലതരം തേനീച്ചകളുടെ. ഇത് നമ്മുടെ പ്രകൃതിയുടെ ആരോഗ്യത്തെയും കൃഷിയെയും ദോഷകരമായി ബാധിക്കുമോ എന്ന പേടി എല്ലാവർക്കുമുണ്ട്. തേനീച്ചകൾക്ക് അവയുടെ നാവ് ഉപയോഗിച്ച് പലതരം പൂക്കളിൽ നിന്ന് തേൻ നുണയാനും വലിച്ചെടുക്കാനും ഒരു പ്രത്യേക കഴിവുണ്ട്. എന്നാൽ ഇത്തിൽക്കണ്ണികൾ പോലുള്ള ചില ജീവികൾ മുതിർന്ന തേനീച്ചകളെയും അവയുടെ കുഞ്ഞുങ്ങളെയും രോഗികളാക്കുന്നു. ഇത് തേനീച്ചകളുടെ നാശത്തിന് കാരണമാകുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ പുതിയ സാങ്കേതിക വിദ്യകൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന്, ബി വൈസ് എന്ന കമ്പനി നിർമ്മിച്ച തേനീച്ചക്കൂടുകൾ നിർമ്മിതബുദ്ധി ഉപയോഗിച്ച് തേനീച്ചകളുടെ ആരോഗ്യം ശ്രദ്ധിക്കുകയും ആവശ്യമെങ്കിൽ ചികിത്സ നൽകുകയും ചെയ്യുന്നു. അതേസമയം, തേനീച്ചകളെക്കുറിച്ച് പഠിക്കുന്ന അമേരിക്കയിലെ ഒരു പ്രധാന ഗവേഷണ കേന്ദ്രം അടച്ചുപൂട്ടാൻ സാധ്യതയുണ്ട്. ഇത് തേനീച്ചകളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഒരു തിരിച്ചടിയാണ്. നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും പരാഗണം നടത്തുന്ന ഈ ജീവികളെ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചൈനയിലെ ഗുയ്ഷോ പ്രവിശ്യയിൽ നിർത്താതെ പെയ്ത മഴ കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിന് കാരണമായി. റോങ്ജിയാങ് കൗണ്ടിയിലെ ഡൂലിയു നദിയിലെ ജലപ്രവാഹം റെക്കോർഡ് വേഗതയായ 11,400 ക്യൂബിക് മീറ്ററിലെത്തി. നദി സാധാരണ നിലയേക്കാൾ ഏകദേശം 11 മീറ്റർ ഉയരത്തിൽ കരകവിഞ്ഞൊഴുകി. ജൂൺ 18-ന് ആരംഭിച്ച ശക്തമായ മഴയെ തുടർന്ന് ഈ പർവ്വതപ്രദേശത്തെ ജലമാപിനികളിൽ കഴിഞ്ഞ 30 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന അളവാണ് രേഖപ്പെടുത്തിയത് എന്ന് അധികൃതർ അറിയിച്ചു. ഈജിപ്ത് ഭരിച്ചിരുന്ന രാജ്ഞിയായിരുന്നു ഹട്ഷെപ്സുട്ട്. അവരുടെ പ്രതിമകൾ തകർത്തത് അവരെ വെറുത്തിരുന്ന പിൻഗാമിയായ തുട്മോസ് മൂന്നാമനായിരുന്നു എന്നാണ് പണ്ടുമുതലേ ആളുകൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ആന്റിക്വിറ്റി എന്ന ജേണലിൽ ഈ ആഴ്ച പ്രസിദ്ധീകരിച്ച ഒരു പുതിയ പഠനം ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു. 1920കളിലെ പുരാവസ്തുരേഖകൾ വീണ്ടും പരിശോധിച്ചപ്പോൾ 3500 വർഷം പഴക്കമുള്ള ഈ പ്രതിമകളിൽ പലതും കഴുത്ത്, കാൽമുട്ടുകൾ, കണങ്കാലുകൾ തുടങ്ങിയ ഭാഗങ്ങളിൽ മനഃപൂർവ്വം കേടുപാടുകൾ വരുത്തിയതായി കണ്ടെത്തി. എന്നാൽ പല പ്രതിമകളുടെയും മുഖം കേടുവരുത്താതെ വിട്ടിരുന്നു. പുരുഷ ഫറവോമാരുടെ പ്രതിമകളുടെ ആത്മീയ ശക്തി ഇല്ലാതാക്കാൻ വേണ്ടിയിരുന്ന സമാനമായ ആചാരങ്ങളുടെ ഭാഗമായിരുന്നു ഇതും. ഒരു രാജ്ഞിയുടെ ഓർമ്മകൾ മായ്ച്ചുകളയാൻ വേണ്ടിയല്ല, മറിച്ച് രാജകീയ പ്രതിമകളുടെ ശക്തി കുറയ്ക്കുന്നതിനുള്ള ഒരു സാധാരണ ആചാരത്തിന്റെ ഭാഗമായാണ് ഇത് ചെയ്തത് എന്നാണ് പുതിയ കണ്ടെത്തലുകൾ പറയുന്നത്. തുട്മോസ് മൂന്നാമൻ പല സ്മാരകങ്ങളിൽ നിന്നും ഹട്ഷെപ്സുട്ടിന്റെ പേര് നീക്കം ചെയ്യാൻ ഉത്തരവിട്ടിരുന്നു. എന്നാൽ അത് വെറുപ്പുകൊണ്ടോ സ്ത്രീവിരോധം കൊണ്ടോ ആയിരുന്നില്ല, മറിച്ച് മതപരമായ കാരണങ്ങൾ, പഴയ സാധനങ്ങൾ വീണ്ടും ഉപയോഗിക്കാനുള്ള സൗകര്യം, രാഷ്ട്രീയം എന്നിവ കൊണ്ടാവാം എന്നാണ് ഗവേഷകർ കരുതുന്നത്. ഈജിപ്തിലെ ഏറ്റവും വിജയകരവും അപൂർവവുമായ വനിതാ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു ഹട്ഷെപ്സുട്ട്. അവരുടെ 15 വർഷത്തെ ഭരണകാലത്ത് അവർ പുതിയ വ്യാപാര വഴികൾ തുറക്കുകയും വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ പുകയില നിയന്ത്രണ സമ്മേളനം ഡബ്ലിനിൽ വെച്ച് നടന്നു. അവിടെ വെച്ച് അവർ പുകയിലയെക്കുറിച്ചുള്ള 2025-ലെ ആഗോള റിപ്പോർട്ട് പുറത്തുവിട്ടു. കഴിഞ്ഞ 2 ദശാബ്ദത്തിനിടയിൽ ആദ്യമായി പുകവലി കുറയ്ക്കുന്നതിലുള്ള പുരോഗതി കുറഞ്ഞുവരികയാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അടുത്ത വർഷത്തിനുള്ളിൽ എംപവർ എന്നറിയപ്പെടുന്ന മാർഗനിർദ്ദേശങ്ങളിൽ ഒന്നെങ്കിലും എല്ലാ രാജ്യങ്ങളും നടപ്പിലാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ തലവൻ ഡോക്ടർ ടെഡ്രോസ് അദനോം ഗെബ്രയേസസ് ആവശ്യപ്പെട്ടു. പുകവലി ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തുന്നത് പുകവലി കുറയ്ക്കാനും ആരോഗ്യമേഖലയിലേക്ക് കൂടുതൽ പണം കണ്ടെത്താനും ഏറ്റവും നല്ല മാർഗമാണ് എന്നും അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. 2024 YR4 എന്നു പേരുള്ള ഒരു ചിഹ്നഗ്രഹം 2032 ഡിസംബർ 22-ന് ചന്ദ്രനിൽ ഇടിക്കാൻ 4.3% സാധ്യതയുണ്ട് എന്ന് ഒരു അന്താരാഷ്ട്ര ഗവേഷണ സംഘം കണക്കാക്കുന്നു. വെസ്റ്റേൺ ഒണ്ടാരിയോ, അതബാസ്ക സർവകലാശാലകളിലെ ഗവേഷകരാണ് ഈ സംഘത്തിന് നേതൃത്വം നൽകുന്നത്. ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ച് മെയ് മാസത്തിൽ നടത്തിയ നിരീക്ഷണങ്ങളിൽ നിന്നാണ് ഈ പുതിയ നിഗമനത്തിലെത്തിയത്. മുൻപിത് 4.8% കണക്കാക്കിയിരുന്നത്. ഈ ചിഹ്നഗ്രഹം ഭൂമിക്ക് ഭീഷണിയാകില്ല എന്ന് പുതിയ അളവുകൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഭൂമിയിൽ ഇടിക്കാനുള്ള സാധ്യത വെറും 0.0017% മാത്രമാണ്. സ്പേസ് എക്സ്, ആക്സിയം സ്പേസ് എന്നീ സ്വകാര്യ കമ്പനികൾക്ക് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഒരു ദൗത്യം നടത്താൻ അമേരിക്ക അന്തിമ അനുമതി നൽകി. റാക്സിയം മിഷൻ 4 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ദൗത്യം ജൂൺ 25-ന് രാവിലെ 2:31-ന് കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിക്കും. ഫോർക്കൺ 9 റോക്കറ്റാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. 14 ദിവസം നീണ്ടുനിൽക്കുന്ന ഈ ദൗത്യത്തിൽ 4 ബഹിരാകാശ യാത്രികരുണ്ടാകും. ഇതിനായി ഏറ്റവും പുതിയ ക്രൂ ഡ്രാഗൺ പേടകമാണ് ഉപയോഗിക്കുന്നത്. മുൻ അമേരിക്കൻ ബഹിരാകാശ യാത്രികയായ പെഗ്ഗി വിറ്റ്സുമാണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്.
ഇതോടെ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ ദിവസം ചെലവഴിച്ച അമേരിക്കക്കാരി എന്ന റെക്കോർഡ് അവർക്ക് സ്വന്തമാകും. ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല പൈലറ്റായി ഒപ്പമുണ്ട്. പോളണ്ടിൽ നിന്നുള്ള സ്ലാവാസ് ഉസ്നാൻസിക്കും ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പോവും 4 വർഷത്തിലേറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബഹിരാകാശത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. ചൈന അവരുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നടത്തുകയാണ്. സിച്ചുവാൻ പ്രവിശ്യയിലെ ഡാവോജിങ് എന്ന സ്ഥലത്ത് അവർ ഒരു പുതിയ സൗര ദൂരദർശിനിയുടെ നിർമ്മാണം ആരംഭിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സൗര നിരീക്ഷണ കേന്ദ്രമായിരിക്കും ഇത്. സൂര്യനെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിക്കാൻ ഇത് സഹായിക്കും. ഇതോടൊപ്പം ജ്യോതിശാസ്ത്ര പഠനത്തിനായി മറ്റ് 2 വലിയ ദൂരദർശിനികളുടെ പണിപ്പുരയിലുമാണ് ചൈന. അണുക്കളെ സംയോജിപ്പിച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു പരീക്ഷണശാല നിർമ്മിക്കുമെന്ന് ചൈനയിലെ ഒരു കമ്പനി അറിയിച്ചിട്ടുണ്ട്. ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും ചൈന പിന്നിലല്ല. ദ്രാവക ഓക്സിജനും മീഥേനും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന 9 റോക്കറ്റ് എഞ്ചിനുകൾ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു പ്രധാന പരീക്ഷണം അവർ വിജയകരമായി പൂർത്തിയാക്കി. സൂര്യനെക്കുറിച്ചുള്ള പഠനം, ആണവോർജ്ജം, റോക്കറ്റ് സാങ്കേതികവിദ്യ തുടങ്ങിയ ഉയർന്ന ശാസ്ത്രമേഖലകളിൽ ചൈന നടത്തുന്ന വലിയ നിക്ഷേപങ്ങളെയും മുന്നേറ്റങ്ങളെയുമാണ് ഇതെല്ലാം കാണിക്കുന്നത്. പുരാതന ഈജിപ്തിലെ ഫറവോ ആയിരുന്ന തൂത്തൻഖാമന്റെ ശവകുടീരം തുറന്നപ്പോൾ ആളുകൾ മരിച്ച സംഭവങ്ങൾ ഫറവോയുടെ ശാപം എന്ന പേരിൽ പ്രശസ്തമാണ്. ഇതിന് കാരണമായത് അസ്പെർജില്ലസ് ഫ്ലാവസ് എന്ന വിഷമുള്ള ഒരുതരം പൂപ്പലാണെന്ന് കരുതപ്പെടുന്നു. 2025 ഗവേഷകർ ഈ പൂപ്പലിൽ നിന്ന് പുതിയ ചില തന്മാത്രകൾ വേർതിരിച്ചെടുത്തിരിക്കുകയാണ്. രക്താർബുദത്തിന്റെ കോശങ്ങളെ വളരെ കൃത്യമായി നശിപ്പിക്കാൻ ഇതിന് കഴിവുണ്ട് എന്ന് കണ്ടെത്തി. നിലവിൽ അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളോടൊത്ത ഫലപ്രദമാണ് ഇതെന്ന് പഠനങ്ങൾ പറയുന്നു. ഈ തന്മാത്രകൾ അർബുദ കോശങ്ങളുടെ വിഭജനം തടയുന്നു. ഇത് അർബുദ ചികിത്സയിൽ ഒരു വലിയ മുന്നേറ്റത്തിന് വഴിവെച്ചേക്കാം. അങ്ങനെ ഒരു പഴയ കാലത്തെ പേടിപ്പെടുത്തുന്ന ഒരു കഥ ആധുനിക വൈദ്യശാസ്ത്രത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കണ്ടെത്തലായി മാറിയിരിക്കുന്നു. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു.